നമ്മുടെ ലാസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതിൽ ഫോഴ്സുകളെ കുറിച്ച് പഠിച്ചു. അതായത് ടൈപ്സ് ഓഫ് ഫോഴ്സസ്, എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ, ബാലൻസ്ഡ്, അൺബാലൻസ്ഡ്, കോണ്ടാക്റ്റ്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പഠിച്ചത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലാ ഓഫ് മോഷനാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലാ ഓഫ് മോഷൻ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലാ ഓഫ് മോഷൻ എന്ന് പറയുന്ന ഇതിൽ നിന്ന് ഇനർഷ്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോയി. ഇനർഷ്യ 3 തരത്തിലുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഇനർഷ്യ ഓഫ് റെസ്റ്റ്, ഇനർഷ്യ ഓഫ് ഡിറക്ഷൻ, ഇനർഷ്യ ഓഫ് മോഷൻ. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. ഇനർഷ്യയും മാസും തമ്മിലുള്ള റിലേഷനും പഠിച്ചു. അടുത്തതായി നമ്മൾ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുകയാണ്. ലീനിയർ മൊമെൻറ്റം അല്ലെങ്കിൽ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റം അല്ലെങ്കിൽ മൊമെൻറ്റം എന്നൊരു കൺസെപ്റ്റ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം ഇമ്പാക്റ്റ് ഓഫ് മോഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇമ്പാക്റ്റ് ഓഫ് മോഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ 2 കാര്യങ്ങൾ. ഒന്ന് മാസ്, സെക്കൻഡ് വൺ വെലോസിറ്റി. 2 കാര്യങ്ങളെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് മാസിനെയും മറ്റൊന്ന് വെലോസിറ്റി. ഈ കൺസെപ്റ്റ് അറിഞ്ഞേക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ലീനിയർ മൊമെൻറ്റം അല്ലെങ്കിൽ മൊമെൻറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡെഫിനിഷനാണ് പഠിക്കാൻ പോകുന്നത്. സോ നോക്കിയ ഡെഫിനിഷൻ ഇതാണ്: ലീനിയർ മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി ആൻഡ് വെലോസിറ്റി ഓഫ് ദി ബോഡി. സോ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് mass of the body and velocity of the body. So momentum is represented by the letter P. So linear momentum is equal to mass of the body into velocity of the body. അപ്പം മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ഇതാണ്: P is equal to m into v, where P momentum, m mass of the body and v velocity of the body. ക്ലിയർ? പ്രോബ്ലം സമയത്ത് ഉപയോഗിക്കാം, ചില ഡെറിവേഷൻ സമയത്തും വരാറുണ്ട്. നെക്സ്റ്റ്, ഇഫ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ബോഡി റെസ്റ്റിലാണെന്ന് സങ്കല്പിക്കുക. അപ്പം വെലോസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? 0. അതുകൊണ്ട് മൊമെൻറ്റം എന്തുവാകും? 0. കാരണം വിക്ക് വരെ 0 എടുക്കുമ്പോൾ m into 0 is equal to എന്ത് കിട്ടി? 0 കിട്ടത്തില്ലേ? സോ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 0. അപ്പം ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ ബോഡിക്ക് എന്തില്ല? മൊമെൻറ്റം ഇല്ല. ക്ലിയർ ആണോ? മറന്നു പോരുത്. ഓക്കെയാണ്. നെക്സ്റ്റ്, മൊമെൻറ്റം എന്ത് ക്വാണ്ടിറ്റി ആണെന്ന് ചോദിച്ചാൽ മൊമെൻറ്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇപ്പോൾ ക്വാണ്ടിറ്റികൾ നമ്മൾ 2 തിരിച്ച് നമുക്കറിയാം: സ്കെയിലർ ക്വാണ്ടിറ്റികളെന്നും വെക്റ്റർ ക്വാണ്ടിറ്റികളെന്നും. അപ്പം മൊമെൻറ്റം എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, ആ ഡയറക്ഷനും ഉണ്ടായിരിക്കും. മൊമെൻറ്റത്തിന് എന്ത് വേണം? മാഗ്നിറ്റ്യൂഡും കാണും, ഡയറക്ഷനും കാണും. ഡയറക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ അതേ ഡയറക്ഷൻ ആയിരിക്കും. ക്ലിയർ? മറന്നു വരുത്. ഡയറക്ഷൻ വെലോസിറ്റിയുടെ അതേ ഡയറക്ഷൻ. നെക്സ്റ്റ്, യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇക്വേഷനകത്ത് ഓരോ ക്വാണ്ടിറ്റികളുടെയും യൂണിറ്റ് കൊടുക്കുക. ഇവിടെ നമുക്കുണ്ട് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തുവാണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പം മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെയാണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് ഇൻ വാസ്. SI യൂണിറ്റാണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സോ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചത് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റാണ്, പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. സോ P is equal to എന്തുവാണ്? m into v, where m മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്, v വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ മറന്നു വരുത്. പിന്നീട് നമ്മൾ പറഞ്ഞ സാധനം മൊമെൻറ്റം മെഷർ ചെയ്യുന്നത്, അതായത് മൊമെൻറ്റത്തിൻ്റെ SI യൂണിറ്റ്. മൊമെൻറ്റത്തിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മറന്നു പോകരുത്. ക്ലിയർ? പിന്നെ മൊമെൻറ്റം വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, സോ നെക്സ്റ്റ്, ന്യൂട്ടൺസ് സെക്കൻഡ് ലാ ഓഫ് മോഷൻ, 2ാം ചലന നിയമം. ഐസക് ന്യൂട്ടൺ കൊണ്ടുവന്നത് 3 ചലന നിയമങ്ങളാണ്. അതിൽ ഫസ്റ്റ് ലോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ന്യൂട്ടൻ്റെ 2ാം ചലന നിയമമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: The rate of change of linear momentum of a body is directly proportional to external force applied on body, and this change takes place always in the direction of applied force.
This change takes place always in the direction of the applied force. And the rate of change of linear momentum. The rate of change of linear momentum. Suppose L ആണ് linear momentum എന്നിരിക്കട്ടെ. എങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ചിന് നമ്മൾ dL/dt റേറ്റ് ഓഫ് ചേഞ്ച് അത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്? അപ്ലൈഡ് ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ dL/dt ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതാം. ഓക്കെ. സോ അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് എം നമ്മൾ മാസ് ഓഫ് ബോഡി എം ആയിട്ട് എടുക്കുന്നു. എഫ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ബോഡി. ടി ടൈം ഫോർ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ദെൻ യു യുവർ ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് വി ദ ഫൈനൽ വെലോസിറ്റി. ഇത്രയാണ് എടുക്കുന്ന ലെറ്റേഴ്സ്. ദെൻ ഇനിഷ്യൽ ലീനിയർ മൊമെൻറ്റം. ഇനിഷ്യൽ ലീനിയർ മൊമെൻറ്റം P1 ആണെന്നിരിക്കട്ടെ. സപ്പോസ് P1 ഈസ് ഈക്വൽ ടു mass into initial velocity, so m into u. Clear? Mass into initial velocity, so m into u. Similarly, final linear momentum P2 is equal to m into final velocity, that is v. അപ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും സെയിം അല്ല, അതുകൊണ്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം P is equal to final minus initial, that is P2 minus P1. So P2യുടെ വാല്യൂ എത്ര? mv മൈനസ് ഇനിഷ്യൽ എത്ര? mu, that is കോമൺ ആയിട്ട് ആരെടുക്കാം? എമ്മിനെ കോമൺ ആക്കാം. സോ m into v minus u, that is ചേഞ്ച് ഇൻ മൊമെൻറ്റം. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് പറഞ്ഞേക്കുന്നത്. ഇത് ചേഞ്ച് ഇൻ മൊമെൻറ്റമേ ആയുള്ളൂ. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു m into v minus u ഡിവൈഡഡ് ബൈ എന്തെടുത്താൽ മതി? t. എങ്ങനെയാണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടും. ചേഞ്ച് ഇൻ മൊമെൻറ്റത്തെ എന്തുകൊണ്ട് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടും. സോ ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് m into v minus u ആണ്, ഡിവൈഡഡ് ബൈ നമ്മൾ മോളിൽ നേരത്തെ പറഞ്ഞു t ആണ് ടൈം ടേക്കൺ. സോ m into v minus u by t. ഇക്വേഷൻ നമ്പർ 1 സപ്പോസ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എന്ത് ഇക്വേഷൻ കിട്ടി? m into v minus u by t. അതെങ്ങനെ വന്നതെന്ന് കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലേ? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡ് ബൈ ടൈമാണ്. ക്ലിയർ? അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? എക്സ്റ്റേണൽ ഫോഴ്സ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു എഫ്. സോ എഫ് പ്രൊപ്പോർഷണൽ ടു എം എന്ന് എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈസ് ഈക്വൽ ടു കൊണ്ടുവരാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്തു കെ റൈറ്റ് സൈഡിൽ. സോ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു എ. ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? കെ ഇൻറ്റു എം ഇൻറ്റു എ. സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യാണ് എഫ് ലെറ്റ് കെ ഈസ് ഈക്വൽ ടു 1. കെയുടെ വാല്യൂ 1 ആണെന്നിരിക്കട്ടെ. കെയുടെ വാല്യൂ എത്രയാണ്? 1 ആണെന്നിരിക്കട്ടെ. എങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചുള്ള ഫോർമുല. ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്ത്? എം ഇൻറ്റു എ. അപ്പോൾ ഇക്വേഷൻ ഓർത്തോളണം. എഫ് ഈസ് ഈക്വൽ ടു എം ആണ് ഇക്വേഷൻ. ഓക്കെ. ഇനി ഫോഴ്സിൻ്റെ വാല്യൂ 1 ന്യൂട്ടണും മാസിൻ്റെ വാല്യൂ 1 കിലോഗ്രാമും ആണെന്നിരിക്കട്ടെ. അപ്പോൾ F1 M1 എങ്കിൽ എയുടെ വാല്യൂ അത് 1 ആയിരിക്കത്തില്ല, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? അപ്പോൾ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ 1 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിന് 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ അതിന് ആക്സിലറേഷൻ എത്ര ഉണ്ടായി? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എത്ര ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ? 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ.
അപ്പോൾ 1 ന്യൂട്ടൺ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഫോഴ്സാണ് 1 ന്യൂട്ടൺ. അവിടെ എ എങ്ങനെ വന്നു എന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷനിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് എന്ന് വെച്ചാൽ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി അല്ലേ. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വി മൈനസ് യു ബൈ ടി എന്ന് വെച്ചാൽ എന്തുവാണ്? എ ആണ്. സോ എം ഇൻറ്റു എന്തും എടുത്തു? എ. അങ്ങനെയാണ് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് സെക്കൻഡ് ലായിൽ നിന്ന് കിട്ടുന്നത്. ക്ലിയർ ആണ്? അത് സംഭവം മറന്നു വരുന്നത്, അത് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. സോ എനിവേ ഇത് ഓർത്തോളണം. ഇനി ഓർക്കേണ്ട കാര്യം എസ് ഐ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തുവാണ്? ന്യൂട്ടൺ ആണ്. അതും മറന്നു പോകരുത്. സോ നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. വാട്ട് ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ് ഓഫ് 15 കിലോഗ്രാം ഫോർ 1 മിനിറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് വെലോസിറ്റി ഫ്രം 10 മീറ്റർ പെർ സെക്കൻഡ് ടു 50 മീറ്റർ പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ 15 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു, അതിൽ 1 മിനിറ്റ് സമയത്തേക്ക് എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ വെലോസിറ്റി 10-ൽ നിന്ന് 50 മാറും. ക്ലിയർ? തന്നിരിക്കുന്ന കാര്യങ്ങൾ മാസ്, ടൈം, ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് മാസ് വാല്യൂ തന്നിട്ടുണ്ട്. മാസ് എം ഈസ് ഈക്വൽ ടു 15 കിലോഗ്രാം ആൻഡ് ടൈം ഈസ് ഗിവൺ. ടൈം ടി ഈസ് ഈക്വൽ ടു 1 മിനിറ്റ് ആൻഡ് ദ വെലോസിറ്റി ചേഞ്ചസ് ഫ്രം 10 meter per second to 50 meter per second. Right? Two velocities are given. The initial velocity is 10 meter per second. Adi velocity 10. So Adi velocity, initial velocity taken as u, and final velocity v, that is 50 meter per second. We have to find the force acting on the object. So F കണ്ടുപിടിക്കാം. അപ്പോൾ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാണ്? എഫ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് അനുസരിച്ച് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ ആണ്. എം ഈസ് ആൾറെഡി ഗിവൺ 15 കിലോഗ്രാം, ബട്ട് എ ഈസ് നോട്ട് ഗിവൺ. എ തന്നിട്ടില്ല. അപ്പോൾ എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിതിൽ തന്നിട്ടുള്ളത് വി ഉണ്ട്, യു ഉണ്ട്, ടി ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, എമ്മും യുവും വിയും എല്ലാം എസ് ഐ സിസ്റ്റത്തിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ടി മാത്രം മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 1 മിനിറ്റ് എന്ന് വെച്ചാൽ അത് 60 സെക്കൻഡാണ്. സെക്കൻഡാണ് എസ് ഐ യൂണിറ്റ് ഓഫ് ടൈം. സോ 60 സെക്കൻഡ്. അപ്പോൾ ടി ഉണ്ട്, ഇ ഉണ്ട്, വി ഉണ്ട്. നമുക്ക് എ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അതിൽ വിയുടെ വാല്യൂ എത്ര? 50, യുടെ വാല്യൂ 10 പ്ലസ് എ ഇൻറ്റു 60. അപ്പം 10 ഇവിടെ ആഡ് ചെയ്തേക്കുന്ന ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 50 മൈനസ് 10 ആവും. ദാറ്റ് ഈസ് 40 is equal to 60A, 60A. So A is equal to 40 by 60. So that is equal to 4 by 6. That is equal to 2 by 3. So 2 by 3 meter per second square acceleration. So നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം എന്താ? F. So F കണ്ടുപിടിക്കാനുള്ള എമ്മിൻ്റെ വാല്യൂ എത്ര? 15 into 2 by 3. So 15, 3 കട്ട് ചെയ്യാം. So 5. So 5 into 2, that is 10. ഫോഴ്സ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ 10 ന്യൂട്ടൺ. യൂണിറ്റ് എഴുതണം. ന്യൂട്ടൺ ആണ് യൂണിറ്റ്. ക്ലിയർ? ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. A bullet of mass 0.01 kilogram moving with a velocity 100 meter per second strikes a wooden plank of thickness 0.5 meter and emerges with a velocity 30 meter per second. Find the resistance offered by the plank assuming it to be uniform. തന്നിരിക്കുന്നത് മാസ് തന്നിട്ടുണ്ട്. എം ഈസ് ഈക്വൽ ടു 0.01 കിലോഗ്രാം. മൂവിങ് വിത്ത് വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ്. മൂവിങ് വിത്ത് എ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ്. അതായത് നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് 100 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഇറ്റ് സ്ട്രൈക്സ് എ വുഡൻ പ്ലാങ്ക് ഓഫ് തിക്നെസ് ആണ് പറഞ്ഞിരിക്കുന്നത്. തിക്നെസ് 0.5 മീറ്റർ. ഒരു വുഡൻ പ്ലാങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അതിൻ്റെ തിക്നെസ് എത്ര?
0.5 then emerges with a velocity 30 meter per second. സോ രണ്ടാമത് നമ്മളൊരു വെലോസിറ്റി കാണുന്നുണ്ട്, അതായത് വുഡൻ പ്ലാങ്കിൽ നിന്ന് എമർജ് ചെയ്യുന്നു, അപ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട് 30. സോ ആദ്യം കണ്ടപ്പോൾ ഉള്ള വെലോസിറ്റി ഫസ്റ്റ് വെലോസിറ്റി, സോ യു ദെൻ ഫൈനൽ വി. അപ്പോൾ വി എത്ര 30, യു എത്ര 100. ക്ലിയർ? കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഒഫേർഡ് ബൈ ദ പ്ലാങ്ക് അസ്യൂമിങ് ഇറ്റ് ബി യൂണിഫോം. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റെസിസ്റ്റൻസ് ഒഫേർഡ് ബൈ ദ പ്ലാങ്ക് ആണ്. അതായത് ഇതൊരു പ്ലാങ്ക്, ഒരു തടിപ്പലക, അതിനകത്തേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറുകയാണ്. സോ ബുള്ളറ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എത്ര 100 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് വന്ന് ഇതിനകത്ത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കും. ഇതെന്ത് ചെയ്യും? എതിർക്കും. റെസിസ്റ്റൻസ് ഓഫ് വരും. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുക എന്നാണ് അർത്ഥം. ഫോഴ്സാണ് കൊടുക്കുന്നത്. പക്ഷേ എന്ത് ചെയ്തു? അത്രയ്ക്ക് പവർഫുൾ ആയതുകൊണ്ട് ഇത് തുളച്ച് പുറത്തേക്ക് വന്നു വിത്ത് വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഈ വുഡൻ പ്ലാങ്ക് കൊടുത്ത റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഏത് സാധനം കണ്ടുപിടിക്കാനുള്ളത്? ഫോഴ്സ് ഒഫേർഡ് ബൈ ദ വുഡൻ പ്ലാങ്ക് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എഫ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒറ്റ ഇക്വേഷൻ തന്നെയാണ്. സെക്കൻഡ് ലൈൻ അനുസരിച്ച് എഫ് ഈസ് ഈക്വൽ ടു എന്തോ ഇക്വേഷൻ എം എ ആണ്. എമ്മിൻ്റെ വാല്യൂ ഉണ്ട് 0.01 കിലോഗ്രാം. സോ പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് എ തന്നിട്ടില്ല, തന്നിരിക്കുന്നത് യുവും തിക്നെസ്സും വിയുമാണ് തന്നിരിക്കുന്നത്. സോ വാട്ട് ഈസ് തിക്നെസ്? തിക്നെസ് എന്ന് വെച്ചാൽ ഈ ബുള്ളറ്റ് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഇത്രയും തിക്നെസ് കവർ ചെയ്താണ് പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യേണ്ടത്. സോ തിക്നെസ് മീൻസ് ഇത്രയും ഡിസ്റ്റൻസ്, എസ് ഡിസ്റ്റൻസ് കവേർഡ് അതായിട്ട് എടുക്കാം. സോ തിക്നെസ് എസ് ഈസ് ഈക്വൽ ടു എത്ര 0.5 മീറ്റർ. അപ്പോൾ നമുക്കറിയാം യു ഉണ്ട്, എസ് ഉണ്ട്, വി ഉണ്ട് എങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ക്ലിയർ? വി എത്ര? വിയുടെ വാല്യൂ 30 സ്ക്വയർ ഈസ് ഈക്വൽ ടു യു എത്ര 100 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു 0.5. ക്ലിയറാണ്? 30 സ്ക്വയർ എന്ന് വെച്ചാൽ 900 അല്ലേ? ദെൻ 1000 ആണോ? 1000 ആണോ? ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു 0.5 ഇൻറ്റു എ ഒറ്റയ്ക്കാക്കി. ഓക്കെയാണ്? സോ റീഅറേഞ്ച് ചെയ്യുക. സോ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. സോ എയുടെ വാല്യൂ കിട്ടും. ക്ലിയർ? ലെഫ്റ്റ് റൈറ്റ് ക്രോസ് ചെയ്യുക, കൊണ്ടുപോവുക, എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എയുടെ വാല്യൂ എത്ര കിട്ടി? -9119100 അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മറന്നു വരുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എ അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ആരാണ്? ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? മാസിൻ്റെ ആക്സിലറേഷൻ. മാസിൻ്റെ വാല്യൂ എത്ര? 0.01 ഇൻറ്റു ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയത് 9100. പോസിറ്റീവ് വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ഉണ്ട് 91 ന്യൂട്ടൺ. കാരണം റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നെഗറ്റീവ് സൈൻ വരിക. ഓക്കെ, റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ വരും. സോ ആൻസർ 91 ന്യൂട്ടൺ. ക്ലിയർ ആണോ?